ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രിപ്പ് പോവുകയാണ്. നമ്മുടെ ആനിവേഴ്സറിക്ക് എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ മൂന്നാറിലാണ് പോകുന്നത്. നമ്മൾ ഇൻ്റർനാഷണൽ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ഈ ഇപ്രാവശ്യം മൂന്നാറിലോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ആണെങ്കിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അല്ലേ, ഈ ഫ്ലൈറ്റിൻ്റെതും ഇതൊന്നും ഇപ്പം ഭയങ്കര സ്ട്രിക്റ്റൊക്കെയാണ്. അപ്പം നമ്മൾ ഇൻ്റർനാഷണൽ വിട്ട് നമ്മളൊക്കെ ഒന്ന് മൂന്നാറിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ആനിവേഴ്സറിയുടെ തലേ ദിവസം, അതായത് മാർച്ച് 29 നമ്മളിവിടെ നിന്ന് ഇറങ്ങി. രാവിലെ തന്നെ ഇറങ്ങി. രാവിലെ ഒരു 4:30-5 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചു അങ്ങോട്ടേക്ക് എത്തുമ്പം ബ്ലോക്ക് ഉണ്ടാവുമെന്ന്, പണിയൊക്കെ അല്ല റോഡിൻ്റെ. പക്ഷെ തീരെ ബ്ലോക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ പകുതി എത്തുമ്പോഴത്തേക്കും, പകുതിയല്ല, നമ്മൾ ഓൾമോസ്റ്റ് മൂന്നാറിലെത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ ഫുഡ് കഴിക്കാൻ, ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ കയറിയപ്പം ചെറുതായിട്ടൊന്ന് മഴ കിട്ടി. അതുകൊണ്ട് നമ്മൾ കുറച്ച് സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. ഗ്യാപ്പ് റോഡ്, തേയിലത്തോട്ടത്തിന്റെ വ്യൂ വരുന്നത് അടിപൊളി. ഇതിനകത്ത് കാണുന്നതിനെ കാണാൻ നല്ല രസമുണ്ട്. പൊന്നോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല, നല്ല രസമുണ്ട്. ഇപ്പൊ ഒരു 12:30 ഒക്കെ ആയിട്ടുണ്ട്. നോക്കി, നല്ല കോടയുണ്ട്. സമയമായിട്ട് വണ്ടിയൊക്കെ നേരത്തെ എന്നാലും മനസ്സിലാവുന്നുണ്ടായിരുന്നു. In 3 kilometers, turn right onto Chinnakanal Suryanelli Road. ഇപ്പൊ തീരെ മനസ്സിലാവുന്നില്ല. നല്ല കോട ഉണ്ട്. ഇന്നലെ മഴയും പെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. ഇനി വീഡിയോ കണ്ടപ്പോൾ ഇവിടെ വലിയ തണുപ്പില്ല എന്നൊക്കെ കേട്ടത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട് ഇപ്പോൾ. ഞാൻ കണ്ടു. നല്ല മഴ കിട്ടി. നമ്മളൊരു അരമണിക്കൂറോളം അവിടുന്ന് ഫുഡ് കഴിച്ച് അവിടെ തന്നെ നിന്ന് മഴ ചോരുമെന്ന് വിചാരിച്ച്. പക്ഷെ ഇല്ല, നല്ല കാറ്റും ഉണ്ട് മഴയും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ലാന്ന് തോന്നി. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് റിസോർട്ടിലേക്ക് പോവാണ്. എല്ലാവരും നല്ല മഴ തന്നെയാണ്. വയനാട്ടിലൊക്കെ മഴ അവർ ഇട്ടാണ്ടൊക്കെ. ഇത് എതിലേ വരുന്നേ? നമ്മളിന്ന് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ വെച്ചാൽ നാളെ നമ്മൾ വേറൊരു റിസോർട്ടിലോട്ട് പോവാണ്. അപ്പം നമ്മൾ രാവിലെ തന്നെ കൊളുക്കുമല സൺറൈസ് കാണാൻ പോകുന്നുണ്ട്, അതിരാവിലെ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മറ്റന്നാൾ മോർണിംഗ് അത് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ ആക്കിയിട്ട് നാളെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. വെളിച്ചം ഉണ്ടോ? നമ്മൾ 2 നൈറ്റാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നാളത്തെ റിസോർട്ടിൽ നിൽക്കുന്ന അവിടെ നിന്ന് കുളുക്കുമലയിൽ പോകും. പക്ഷെങ്കിൽ അത് ഒരു ജീപ്പിനാണ് 4500 വരുന്നത്. അതിൽ ആളില്ലെങ്കിലും നമ്മൾ 2 പേരാണെങ്കിൽ 4500 കൊടുക്കണം. ആളുണ്ടെങ്കിൽ പെർ പേഴ്സൺ 500 അല്ലെങ്കിൽ 600 അങ്ങനെയാണെന്ന് തോന്നുന്നു. 6 പേരാണ് ജീപ്പിൻ്റെ അകത്ത്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ രാത്രി ചോദിക്കാമെന്നാണ് വിചാരിച്ചത്. ഇന്ന് രാത്രി നമ്മളിപ്പം ഇവിടെ നിന്നിട്ടുണ്ടല്ലോ, അപ്പം ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാത്രി നോക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ 2 നൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചത്. കുളുക്കുമലയിൽ കാണണമെന്ന് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ നാളെ വേറെ ഒന്നാമത്തേത് ഇന്ന് ഇവിടുന്ന് മുതൽ കാലം വരെ നനഞ്ഞിട്ടുണ്ട്. ഞാൻ ആകെ ഒറ്റൊരു ജീൻസ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം 2-3 ഇതെടുത്തിട്ടുള്ളൂ, ടോപ്പ് എടുത്തിട്ടുള്ളൂ. ജീൻസ് ഒന്നും ഇടങ്ങി. ഇങ്ങനെ മഴ പെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല.
ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട്. ആ പറ്റുമോ തന്നെ അറിയില്ല. അപ്പം നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇതിപ്പോൾ ഫാൻറ്റം ഹിൽസ് എന്നാണ് പറഞ്ഞത്. സൺസെറ്റ് കാണാൻ നമ്മളിപ്പോൾ സൺസെറ്റ് കാണാൻ പോവുകയാണ്. അയ്യോ, താഴോട്ട് നോക്കി നടക്കണം. അല്ലെങ്കിൽ അതാ നോക്കി ഇതങ്ങ് അറ്റത്തെത്തും. വീഡിയോ എടുത്തു. നല്ലോണം അറിയാൻ നമ്മൾ ഇതാ നേരത്തെ കണ്ടില്ലേ ആ റിസോർട്ടിൽ അതിലൂടെ കയറി ഇങ്ങനെ വന്ന് അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇനിയുണ്ടെന്ന് തോന്നുന്നതാ. ഇനി അങ്ങ് ഏറ്റവും മുകളിലെത്തണം. 6 മണിയാവാനായി, 5:54. നമ്മൾ 4 മണി 4:15 ഇറങ്ങിയത്. ഇനിയുണ്ടോ 5 മിനിറ്റ് എത്തുന്നില്ല. ബേക്കോട്ടൊക്കെ നിറച്ച ആളുണ്ട്. അങ്ങനെ നമ്മൾ എത്തി. ബേക്കോട്ട് അസ്തമിക്കാനായിട്ടോ നോക്കിക്കോ. இன்னைக்கு மறுபடியும் சாலா தான் இப்போ சைட் போஸ்ட் நல்லா இருக்கு. சரி நான் எடுத்து சண்டு போ ஒண்ணு எடுத்து சரி கொடுப்போம். തണുപ്പ് വരുന്നുണ്ട്. ഇതൊക്കെ മഴക്കാലം വരുന്നുണ്ട്. മഴ പിന്നെയും പെയ്യാൻ ചാൻസ് ഉണ്ട്. നല്ല ഇറങ്ങിയാലോ. നമ്മൾ അവിടുന്ന് 4:30 ഇറങ്ങി. ഓട്ടോന് വന്നു. നമ്മളവിടെ ഇറങ്ങി. എന്നിട്ട് നമ്മളവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി ചായയും കുടിച്ചിട്ട് ഏകദേശം 4:45 കൂട്ടാം. 4:45 1.25 മണിക്കൂർ. 6 മണിയാകുമ്പോഴത്തേക്ക് നമ്മളിവിടെ എത്തി. അപ്പം നമ്മൾ 6:30 ഇറങ്ങിയാൽ 7:45 ആകുമ്പോഴത്തേക്ക് എത്തൂലേ എന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇങ്ങോട്ടേക്ക് കുറേ നമ്മൾ നിന്നിട്ട് അവിടെ ഇവിടെയൊക്കെ കയറ്റാണല്ലോ. അപ്പോൾ അവിടെയൊക്കെ സ്റ്റക്കായി നിന്നിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പിന്നെ പെട്ടെന്ന് ഇറങ്ങാമല്ലോ, വേഗത്തും. മറ്റേക്ക് കണ്ണും കാണുന്നില്ല. എല്ലാവരും ബേക്കിലല്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വഴിയുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ പോകുന്നേരം അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ കയറിയത്. തിരിച്ച് അങ്ങോട്ടേക്ക് പോകുമ്പം എന്താണെന്ന് വെച്ചാൽ രാത്രിയാണ്. അപ്പം എന്തെങ്കിലും ജീവിതം അവിടെയൊക്കെ വഴിയുണ്ട്, ജീവികളുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മൾ അതിൽ പോകുന്നില്ല. അയ്യോ ഉണ്ടോ അങ്ങനെ അവിടെ നിന്നാണ് ടോർച്ച് അടിച്ച് വരുന്നതുണ്ട്. അതിലേ അവിടെ നിന്ന് ചുറ്റി ഇങ്ങനെയായിട്ട് വരണം. മേലുന്നുണ്ടോ നമ്മളിപ്പോൾ അവിടെ നിന്ന് വന്നു. അതൊന്നുമല്ല, അതിനും മേലല്ലേ, അതിന് മുകളിലാണ് ഞാൻ ഇന്ന് നെയിൽ എക്സ്റ്റൻഷൻ ചെയ്തു. നല്ല രസമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പം ഞാൻ ഈ പാർട്ട് 2 ആയിട്ടായിരിക്കും ഇടുക. എന്ന് വെച്ചാൽ ഇതിന് നല്ല ലോങ് ഉണ്ട്. നാളെ രാവിലെ നമ്മൾ കുളുക്കുമലൈ സൺറൈസൊക്കെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്